സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇന്ന് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസിലേക്കാണ് കടക്കുന്നത്. ഈ സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ ആ ഗൈഡ് തന്നെ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. എന്താണ് ഈ ആന്തര സമസ്ഥിതി എന്ന് പറയുന്നത്? നമ്മൾ 9th ഓൾറെഡി പഠിച്ചിട്ടുള്ള ടേമാണ് അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ ആഹാരം കഴിക്കാറുണ്ട്. ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന അതേ ചൂടിലാണോ നമ്മൾ ആഹാരം കഴിക്കുക? അല്ല, ചൂടൊന്ന് ജസ്റ്റ് കുറച്ച് കൊണ്ടുവരും അല്ലേ? ഇനി ഫ്രിഡ്ജ് വെച്ച ആഹാരമാണെങ്കിലോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കും. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഹെൽത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരവും ഒരുപാട് ഇൻറ്റേർണൽ കണ്ടീഷൻസിനെയും ഫിസിക്കൽ കണ്ടീഷൻസിനെയും കെമിക്കൽ കണ്ടീഷൻസിനെയൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിലനിർത്തുന്നുണ്ട്. ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹോമിയോസ്റ്റാസിസ്? ഹോമിയോസ്റ്റാസിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റഡി ഇൻറ്റേർണൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻഡ് ബൈ ലിവിങ് സിസ്റ്റം. എന്തിനു വേണ്ടിയാണ്? ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവൈവലിന് വേണ്ടിയാണ്. അപ്പോൾ ഹോമിയോസ്റ്റാസിസ് ഈസ് ക്വയറ്റ് ക്രൂഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓർഗാനിസംസ്. ആരാണ് ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവും, ഈ രണ്ട് ഓർഗൻ സിസ്റ്റവും കൂടെ കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്ന കെമിക്കൽ മെസ്സേജസ് ഉണ്ടാക്കുന്നത് ആരാണ്? എൻഡോക്രൈൻ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നെർവ് സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ കൂടിച്ചേരുന്നതാണ്. അതുകൂടാതെ നെർവ്സും കൂടെ നെർവ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടിച്ചേരുന്നതാണ് നമ്മുടെ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ എൻഡോക്രൈൻ സിസ്റ്റമോ? എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അവയുടെ സെക്രീഷൻസും കൂടെ കൂടിച്ചേരുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ സെക്രീഷൻസിനെ നമ്മൾ ഹോർമോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോർമോണുകളും എൻഡോക്രൈൻ ഗ്ലാൻഡുകളും കൂടിച്ചേരുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഇമ്പൾസുകളാണ് ഇവിടെ മെസ്സേജുകളായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? എന്നാൽ എൻഡോക്രൈൻ സിസ്റ്റത്തിലോ ഈ ഹോർമോണുകളാണ് മെസ്സേജുകളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹോർമോണുകളാണ് ഇവിടുത്തെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. ഇനി ഇവിടെ നെർവ് സിസ്റ്റത്തിൽ നെർവ് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ട് അല്ലേ? ന്യൂറോണുകൾ. എന്നാൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളോ ഡക്റ്റുകളോ ഒന്നും കാണപ്പെടുന്നില്ല. പിന്നെയോ ഈ ഹോർമോണുകൾ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബ്ലഡാണ് ഹോർമോണുകളെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഡക്റ്റുകളൊന്നും ഇവയ്ക്കില്ലാത്തത് കൊണ്ട് തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ ഡക്റ്റിലസ് ഗ്ലാൻഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹോർമോണുകളെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി ഡക്റ്റുകൾ ഇല്ലാത്തതിനാലാണ് ഈ ഗ്ലാൻഡുകൾ ഇങ്ങനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നെർവ് സിസ്റ്റം ഉണ്ടാക്കുന്ന റെസ്പോൺസുകൾ എങ്ങനെയുള്ളതാണ്? വളരെ ഇമ്മീഡിയറ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് കൈ വലിക്കുന്ന ആ പ്രോസസ്സ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നതാണ്. അത് മാത്രമല്ല, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിൽ മാത്രമാണ് ആ റെസ്പോൺസ് ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്? വളരെ കുറഞ്ഞ സമയം മാത്രമേ ഈ റെസ്പോൺസ് നിലനിൽക്കുന്നുള്ളൂ. എന്നാൽ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ റെസ്പോൺസുകൾ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വളർച്ച, ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇനി ഇത് ജനറൽ ആണ്, വൈഡ് സ്പ്രെഡ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട്, അത് കൂടുന്നതും കുറയുന്നതും നമ്മുടെ ബോഡിയെ ഫുള്ള് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പോൺസുകളാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ ജനറലായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്നത് നമ്മുടെ എക്സോക്രൈൻ സിസ്റ്റമാണ്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചില സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. അത് എക്സോക്രൈൻ ഗ്ലാൻഡുകളാണ്.
അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയുടെ സെക്രീഷൻസിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡക്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡക്റ്റുകളോട് കൂടിയ ഈ ഗ്ലാൻഡുകളും അതിൻ്റെ സെക്രീഷൻസും കൂടുന്നതാണ് നമ്മുടെ എക്സോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സോക്രൈൻ സിസ്റ്റത്തെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ല, എന്നിരുന്നാലും എക്സോക്രൈൻ സിസ്റ്റവും കൂടി ഹ്യൂമൻ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഏതൊക്കെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡുകൾ? സലൈവറി ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, മാമറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഇവയുടെയൊക്കെ സെക്രീഷൻസ് ഡക്റ്റിലൂടെയാണ് ക്യാരി ചെയ്യപ്പെടുന്നത്. ഏതു ഭാഗത്താണോ ഈ സെക്രീഷൻസ് വേണ്ടത് അവിടേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഡക്ട്ലെസ് ഗ്ലാൻഡുകളാണ്, അതുകൊണ്ട് തന്നെ ബ്ലഡിലേക്കാണ് അവയുടെ സെക്രീഷൻസ് ഉണ്ടാകുന്നത്. ആ ഗ്ലാൻഡുകളും ഹോർമോണുകളും കൂടി ചേരുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ? അഡ്രിനൽ ഗ്ലാൻഡ് വരുന്നുണ്ട്, ഹൈപ്പോതലാമസ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്, പാരാതൈറോയ്ഡ് ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ്സ്, പീനിയൽ ഗ്ലാൻഡ്സ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, തൈമസ് ആൻഡ് പാൻക്രിയാസ്. ഓക്കെ, നമ്മൾ പാൻക്രിയാസ് എൻഡോക്രൈൻ സിസ്റ്റത്തിലും എക്സോക്രൈൻ സിസ്റ്റത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഗ്ലാൻഡ് ആണ്. അതായത് എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, എക്സോക്രൈൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് ചില സെക്രീഷൻസ് ഡക്റ്റിലൂടെ ക്യാരി ചെയ്യപ്പെടുന്നു, ഹോർമോണുകൾ ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റിയും നമ്മൾ വിശദമായിട്ട് ഇനി പഠിക്കും. ഇതുവരെയുള്ള കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഹോർമോണുകൾ എങ്ങനെയാണ് ടാർഗറ്റ് സെല്ലിലേക്ക് എത്തപ്പെടുന്നതെന്നാണ്. ഓക്കെ, ഹോർമോണുകളെ ക്യാരി ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെയും ഹോർമോണുകൾ ബ്ലഡിൽ പ്രസന്റ് ആണ്. ബ്ലഡ് എല്ലാ സെല്ലിലേക്കും എത്തുന്നുണ്ട്, എന്നാൽ എല്ലാ ഹോർമോണുകളും എല്ലാ സെല്ലിലും പ്രവർത്തിക്കുന്നില്ല. അതായത് എല്ലാ ഹോർമോണുകളും എല്ലാ സെല്ലിലേക്കും എത്തുന്നുണ്ട്, എന്നാൽ എല്ലാ ഹോർമോണുകളും എല്ലാ സെല്ലിലും പ്രവർത്തിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ഹോർമോണുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഹോർമോണിനും പർട്ടിക്കുലർ ആയിട്ടുള്ള അതിൻ്റെ മാത്രമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റിസപ്റ്റർ ഉള്ള സെല്ലിൽ മാത്രമേ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇവിടെ നിരവധി ഹോർമോണുകൾ എത്തുന്നു. ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റർ ഈ സെല്ലിൽ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഈ ഹോർമോൺ ഈ സെല്ലിൽ മാത്രം ആക്ട് ചെയ്യുന്നതും ഈ സെല്ലിൽ ആക്ട് ചെയ്യാത്തതും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഹോർമോണുകൾ ആക്ട് ചെയ്യുന്ന സെല്ലുകളാണ് അതിന്റെ ടാർഗറ്റ് സെല്ലുകൾ. ഓക്കെ, ടാർഗറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഹോർമോണിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലുകളാണ്, ഹോർമോൺ ആക്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളാണ്. ഓക്കെ, ഇത്തരത്തിൽ ഹോർമോൺ വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് സെല്ലിനുള്ളിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കുന്നു. അതായത് ഇതിനുള്ളിലെ എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. എന്താണ് എൻസൈംസ് എന്ന് പറയുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്ന പ്രോട്ടീനുകളാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻസൈമുകൾ ആക്ടിവേറ്റഡ് ആകുമ്പോൾ സെല്ലിനുള്ളിൽ ചേഞ്ചസ് സംഭവിക്കുന്നു. അങ്ങനെ ഒരു റെസ്പോൺസ് ഫോം ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ വ്യത്യസ്തങ്ങളായ എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയാണ് പരിചയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പാൻക്രിയാസ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഫംഗ്ഷനും എക്സോക്രൈൻ ഫംഗ്ഷനും ഇത് ചെയ്യുന്നുണ്ട്. എവിടെയാണ് പാൻക്രിയാസിന്റെ ലൊക്കേഷൻ എന്ന് നോക്കിക്കേ. നമ്മുടെ സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള, അതായത് സ്റ്റൊമക്കിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഈ ഏരിയ, അതിനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡിയോഡിനം? അപ്പോൾ ഈ ഡിയോഡിനത്തോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ പാൻക്രിയാസ് കാണപ്പെടുന്നത്. ഓക്കെ, ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. അതായത് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവറുമായിട്ടും ഒക്കെ ഒരു കണക്ഷൻ ഈ പാൻക്രിയാസിന് വരുന്നുണ്ട്. ലിവറിൽ നിന്നുള്ള ഡക്റ്റ്,
ആ ഡക്റ്റിലേക്ക് പാൻക്രിയാസിന്റെ ഡക്റ്റ് വന്ന് ചേരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പാൻക്രിയാസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ? ഓക്കെ, എക്സോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സോക്രൈൻ ഫംഗ്ഷൻ ഇവയ്ക്കുണ്ട്. അതായത് ചില സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സെക്രീഷനാണ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഡൈജഷന് സഹായിക്കുന്ന ചില എൻസൈമുകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഡൈജഷന് സഹായിക്കുന്ന എൻസൈമുകൾ കാണപ്പെടുന്നുണ്ട്. അത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവറുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ലിവർ ബൈൽ എന്ന് പറയുന്ന സെക്രീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ബൈല് നമ്മുടെ ഈ ഡക്റ്റിലൂടെ ക്യാരി ചെയ്യപ്പെടുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എൻസൈമുകളെ കണ്ടെയ്ൻ ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാറ്റിക് ഡക്റ്റിലൂടെ എത്തുന്നുണ്ട്. ഇവ രണ്ടും കൂടി ചേർന്ന് ഒരു കോമൺ ഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ആ കോമൺ ഡക്റ്റ് നമ്മുടെ ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അതിലുള്ള എൻസൈമുകൾ എന്തിനു സഹായിക്കുന്നു? ഡൈജഷന് സഹായിക്കുന്നു. ഓക്കെ, ലിവർ ബൈലിനെ സെക്രീറ്റ് ചെയ്യുന്നു, പാൻക്രിയാറ്റിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസിൽ എൻസൈമുകളുണ്ട്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും ഒരുമിച്ച് കോമൺ ഡക്റ്റിലൂടെ ഡിയോഡിനത്തിലേക്ക് എത്തിച്ചേരുന്നു. പാൻക്രിയാസിലെ എൻസൈമുകൾ ഏതാണ്? പാൻക്രിയാറ്റിക് അമൈലേസ്. അതെന്താ ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി ഫാറ്റിനെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ത് ചെയ്യുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനില്ല, 9th ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഓക്കെ, ഇനി ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ശരിയല്ലേ? ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? അവിടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ബ്ലഡിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ചില ഹോർമോണുകളാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണ് പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത്. നമ്മുടെ പാൻക്രിയാസിൽ ഒരു സെൽ ക്ലസ്റ്റർ കാണപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെൽ ക്ലസ്റ്റർ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ സെല്ലുകളും ബീറ്റ സെല്ലുകളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ സെൽസ്. ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നതാണ് ബീറ്റ സെൽസ്. ഈ ആൽഫ സെല്ല് ആരെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഈ ആൽഫ സെല്ലുകൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫ സെല്ലുകൾ ഗ്ലൂക്കഗോണിനെയും ബീറ്റ സെല്ലുകൾ ഇൻസുലിനെയും സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് എന്താണ് ഇവയുടെ രണ്ടിന്റെയും ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത്? സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ സെല്ലുലാർ അപ്ടേക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ ആണ്. എന്തിനു വേണ്ടിയാണ് സെല്ലിന് ഗ്ലൂക്കോസ് കിട്ടുന്നത്? എനർജിക്ക് വേണ്ടിയാണ്. ഇനി കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ എന്താണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്? ഗ്ലൂക്കോസിന്റെ ഒരു സ്റ്റോർഡ് ഫോം ആണ്. അതായത് കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അത് ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ റിമൂവ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നു. എങ്ങനെ? സെല്ലിലേക്ക് അപ്ടേക്ക് ചെയ്യപ്പെടുന്നു, സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി ഗ്ലൂക്കഗോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിക്കേ. കൺവേർട്സ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റുന്നു. അതായത് നമ്മുടെ ലിവറിലും മസിൽസിലും ഒക്കെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് ആവശ്യമുള്ള സമയത്ത് മാറ്റുന്നതാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ, അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുന്നു.
അപ്പോൾ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ എമൗണ്ടിനെ കൂട്ടുകയാണ് ആര് ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. ഇത്ര ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പഠിക്കണം. ഓക്കെ, ഈ ഗ്ലൂക്കഗോണിന്റെയും ഇൻസുലിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ വഴിയാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് 70 to 110 mg/100 ml ആണ്. ഓക്കെ, ബ്ലഡില് ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. അതേസമയം ഗ്ലൂക്കഗോണിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? ഗ്ലൂക്കഗോണിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് പിന്നെ എക്സ്ട്രാ ഗ്ലൂക്കോസ് ബ്ലഡിൽ ഫോം ചെയ്യാതിരിക്കുന്നുള്ളൂ. അതേസമയം ഇൻസുലിന്റെ പ്രൊഡക്ഷൻ അവിടെ കൂടുമ്പോൾ മാത്രമാണ് ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയുമ്പോഴോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കഗോൺ ഇൻക്രീസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസോർഡറിനെ പറ്റിയാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഡയബറ്റിസ്. എന്താണ് ഡയബറ്റിസ്? ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുന്നതിനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും? നമ്മുടെ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി ഡയബറ്റിസിന് കാരണമാകുന്നു. ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റാ സെല്ലുകളാണ്. അപ്പോൾ ബീറ്റാ സെല്ലുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നു. ഓക്കെ, ഇനി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും ചില സെല്ലുകൾക്ക് ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. ആ സമയത്തും ഡയബറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ആ കണ്ടീഷനാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എക്സസ് ആയിട്ട് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യപ്പെടുന്നു? യൂറിനിലൂടെ റിമൂവ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഡയബറ്റിസ് എന്താണെന്ന് നോക്കിയേ. കണ്ടീഷൻ വെൻ ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് എബോവ് 126 mg/100 ml ഓഫ് ബ്ലഡ്. എന്തുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ നോക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡൈജഷൻ നടക്കുന്നു, ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഡൈജഷൻ പ്രോസസ്സ് നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരളവ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് നമ്മൾ ഡയബറ്റിസിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ്? ഇൻക്രീസസ് അപ്പറ്റൈറ്റ് ആൻഡ് തേഴ്സ്റ്റും അപ്പറ്റൈറ്റും കൂടുന്നു. കാരണം എന്താണ്? സെല്ലിന് ആവശ്യത്തിനുള്ള എനർജി കിട്ടാതെ വരുന്നു, അല്ലേ? സെല്ലുലാർ അപ്ടേക്ക് അവിടെ നടക്കുന്നില്ല. ഗ്ലൂക്കോസിന്റെ സെല്ലുലാർ അപ്ടേക്ക് നടക്കാത്തത് കൊണ്ട് സെല്ലിന് എനർജി നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അപ്പറ്റൈറ്റും തേഴ്സ്റ്റും അവിടെ കൂടുന്നത്. ഇനി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് യൂറിനിലൂടെയാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടിയെന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്നത്? ബ്ലഡ് ടെസ്റ്റ് ആണ്. അതായത് ഒരു 3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇനി ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 1, 2 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്? ഏതാണ്? 1 എന്നുള്ളത് ആൽഫ സെല്ലും 2 എന്നുള്ളത് ബീറ്റാ സെല്ലുമാണ്. എങ്ങനെയാണ് 1 പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കോസിന്റെ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ആൽഫ സെല്ല് ഏത് ഹോർമോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോണിനെയാണ്. ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ എമൗണ്ടിനെ കൂട്ടുന്നു, അല്ലേ? ഹോർമോണുകൾ ആക്ട് ഓൺലി അപ്പോൺ ടാർഗറ്റ് സെൽ. വൈ? എന്തുകൊണ്ടാണ്? റിസപ്റ്റേഴ്സ് ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലിൽ മാത്രമേ ഹോർമോണുകൾ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും തൈറോയിഡ് ഗ്ലാൻഡിനെ പറ്റി, അല്ലേ? എവിടെയാണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ? നമ്മുടെ നെക്കിന്റെ ഫ്രണ്ട് പോർഷനിലാണ്. അതായത് നമ്മുടെ വിൻഡ് പൈപ്പ് ഉണ്ടല്ലോ, ട്രക്കിയ എന്ന് പറയുന്നത്,
ആ ട്രക്കിയെ റാപ്പ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വിൻ പൈപ്പ് ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ റാപ്പ് ചെയ്താണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഇനി 2 ഹോർമോണുകളെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ തൈറോക്സിൻ, രണ്ടാമത്തേത് കാൽസിറ്റോണിൻ. അപ്പോൾ തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തൈറോക്സിന്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്? അനബോളിക് ആക്ടിവിറ്റീസും കാറ്റബോളിക് ആക്ടിവിറ്റീസും കൂടി ചേരുന്നതാണ് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അനബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിൽഡിംഗ് പ്രോസസ്സാണ് അല്ലേ? എനർജിയെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ബിൽഡിംഗ് പ്രോസസ്സുകളാണ് അനബോളിക് ആക്ടിവിറ്റീസ്. കാറ്റബോളിസമോ എനർജിയെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ പ്രോസസ്സുകളാണ്. അപ്പോൾ ഈ 2 പ്രോസസ്സുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ തൈറോക്സിനാണ്. ഇനി വരുന്നത് കാൽസിറ്റോണിൻ ആണ്. കാൽസിറ്റോണിൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിനുള്ളിലെ കാൽസ്യത്തിന്റെ എമൗണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് കാൽസ്യത്തിന്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ. മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂട്ടുന്നത് കൊണ്ട് തന്നെ എനർജി പ്രൊഡക്ഷൻ അവിടെ കൂടുന്നുണ്ട്. ഇനി റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം. മെറ്റബോളിസത്തിന്റെ റേറ്റ് കൂട്ടുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഫീറ്റൽ സ്റ്റേജിലും ഇൻഫൻസി സ്റ്റേജിലുമുള്ള ബ്രെയിനിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തൈറോക്സിനാണ്. ഓക്കെ, ഇനി വരുന്നത് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻസ്. ചിൽഡ്രൻസിലെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യുന്നതും തൈറോക്സിനാണ്. ഇത്രയുമാണ് തൈറോക്സിന്റെ ഫങ്ഷൻസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്. ഹൈപ്പോ തൈറോയിഡിസം. നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഹൈപ്പോ എന്ന് വെച്ചാൽ എന്താണ്? അണ്ടർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ. അതായത് തൈറോക്സിന്റെ സെക്രീഷൻ കുറയുന്ന അവസ്ഥ. ഇനി ക്രെറ്റനിസം എന്ന് പറയുന്നത് ഇൻഫൻസി സ്റ്റേജിലോ ഫീറ്റൽ സ്റ്റേജിലോ നമ്മുടെ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥയാണ് ക്രെറ്റനിസം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റോ മെന്റൽ ഡെവലപ്മെന്റോ അവിടെ നടക്കുന്നില്ല. ഇനി മിക്സഡിമ എന്ന് പറയുന്നത് അഡൽട്ട് സ്റ്റേജിൽ സെക്രീഷൻ കുറയുന്ന അവസ്ഥയാണ്. അഡൽട്ട് സ്റ്റേജിൽ തൈറോക്സിന്റെ സെക്രീഷൻ കുറയുന്ന അവസ്ഥയാണ് മിക്സഡിമ എന്ന് പറയുന്നത്. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൽട്സ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലോ മെറ്റബോളിക് റേറ്റ് കുറയുന്നു. സ്ലഗ്ഗിഷ്നെസ്, അതായത് പൊക്കം കുറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടിഞ്ഞു തൂങ്ങിയ ഒരു അവസ്ഥയാണ് സ്ലഗ്ഗിഷ്നെസ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ബോഡി വെയിറ്റ് കൂടുന്നു. ഹൈപ്പർ ടെൻഷൻ, BP അല്ലെ, ബ്ലഡ് പ്രഷർ കൂടുന്ന അവസ്ഥ. ഇൻഫ്ലമേഷൻസ് ഇൻ ബോഡി ടിഷ്യൂസിൽ എന്തുണ്ടാവുന്നു? ഇൻഫ്ലമേഷൻസ്, വീർത്ത് വരുന്ന ഒരവസ്ഥയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ സിംറ്റംസ്? മിക്സഡിമയുടെ സിംറ്റംസ്. നമ്മുടെ മിക്സഡിമയുടെയും ക്രെറ്റനിസത്തിന്റെയും ഇമേജസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. മനസ്സിലാവുമല്ലോ, തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സിംറ്റംസ് നോക്കിക്കേ. ഹൈ മെറ്റബോളിക് റേറ്റ് കൂടുന്നു. ബോഡി ടെമ്പറേച്ചർ കൂടുന്നു. സ്വെറ്റിംഗ് കൂടുന്നു. പിന്നെന്താണ്? ഹാർട്ട് ബീറ്റ് കൂടുന്നു. വെയിറ്റ് ലോസ് ഉണ്ടാവുന്നു. ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അതായത് തൈറോക്സിൻ ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം കൂടുന്നു. ഇനി ഗോയിറ്റർ, നമുക്കറിയാലോ, തൊണ്ട വീക്കം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പൊ എന്താണ് ഗോയിറ്റർ? ഇത് ഗോയിറ്ററിന്റെ ഇമേജ് ആണ്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അബ്നോർമലായിട്ട് എൻലാർജ് ചെയ്യുന്ന അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് അയഡിന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അയഡിന്റെ ഡെഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ തൈറോക്സിന്റെ പ്രൊഡക്ഷന് ഏറ്റവും വേണ്ട ഘടകമാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അയഡിന്റെ ആബ്സെൻസിൽ ഈ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ആകുന്നു. എന്നിരുന്നാലും നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? തൈറോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ അറ്റംപ്റ്റിന്റെ ഫലമായിട്ടാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഇതുപോലെ എൻലാർജ്ഡ് ആവുന്നത്. അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്.
ക്ലിയർ ആണല്ലോ. ഇനി വരുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ ഈ തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ലൊക്കേഷൻ നോക്കിക്കേ, ഇത് പാരാതൈറോയിഡ് ഗ്ലാൻഡുകളാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പുറകിലായിട്ടാണ് കാണപ്പെടുന്നത്. സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ കൂട്ടുക എന്നുള്ളതാണ് പാരാതോർമോണിന്റെ ഫങ്ഷൻ. കാൽസിറ്റോണിന്റെ ഫങ്ഷൻ എന്തായിരുന്നു? കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? ഓപ്പോസിറ്റ് ഇൻ ആക്ഷൻ ആണ്. അപ്പോൾ ആക്ഷൻ ഓഫ് പാരാതോർമോൺ ആൻഡ് കാൽസിറ്റോണിൻ ഈസ് ആന്റഗോണിസ്റ്റിക്, അതായത് ഓപ്പോസിറ്റ് ഫങ്ഷൻ ചെയ്യുന്നു. ഒരാള് കാൽസ്യത്തിന്റെ ലെവൽ കൂട്ടുന്നു, മറ്റേയാള് കാൽസ്യത്തിന്റെ ലെവൽ കുറയ്ക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് കാൽസ്യത്തിന്റെ എമൗണ്ട് ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നോർമൽ ലെവൽ എത്രയാണ്? 9 to 11 mg/100 ml ആണ്. ഇനി കാൽസ്യത്തിന്റെ എമൗണ്ട് ബ്ലഡിൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കാൽസ്യത്തിന്റെ എമൗണ്ടിനെ കുറയ്ക്കുന്നയാളെ സെക്രീറ്റ് ചെയ്യുന്നു. ആരാണ് കുറയ്ക്കുന്നത്? കാൽസിറ്റോണിൻ. ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് കാൽസിറ്റോണിൻ ഈ അളവ് കുറയ്ക്കുന്നത്? പ്രിവെന്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. ബ്ലഡിലേക്ക് ബോൺസിൽ നിന്നും കാൽസ്യം മിക്സിംഗ് അപ്പ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ തടയുന്നു. അതായത് പിന്നീടും വീണ്ടും കാൽസ്യത്തിന്റെ എമൗണ്ട് കൂടാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെന്താ ചെയ്യുന്നത്? എക്സസ് ആയിട്ട് ബ്ലഡിലുള്ള കാൽസ്യത്തെ ബോൺസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ഫങ്ഷൻസ് ആണ് കാൽസിറ്റോണിൻ അവിടെ ചെയ്യുന്നത്. ഇനി ബ്ലഡില് കാൽസ്യത്തിന്റെ എമൗണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പാരാതോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടും. അതായത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തൊക്കെ പ്രോസസ് ആണ് നടക്കുന്നത്? റീഅബ്സോർബ്സ് കാൽസ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്. കിഡ്നിയിൽ നിന്നും ബ്ലഡിലേക്ക് കാൽസ്യത്തെ റീഅബ്സോർപ്ഷൻ നടക്കുന്നു. നമുക്കറിയാലോ, ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്? കിഡ്നി വെച്ചിട്ടാണ്. അബ്സോർപ്ഷൻ പ്രോസസ്സും റീഅബ്സോർപ്ഷൻ പ്രോസസ്സും ഒക്കെ നടക്കുന്നതും കിഡ്നി വെച്ചിട്ടാണ്. അപ്പോൾ കാൽസ്യത്തിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ ഈ കിഡ്നിയിൽ മാക്സിമം അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയാണ് പാരാതോർമോൺ സഹായിക്കുന്നത്. ഇനി പ്രിവെന്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. ബോൺസിലേക്ക് കാൽസ്യം വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ആഹാരത്തിൽ കാൽസ്യത്തിന്റെ എമൗണ്ട് കൂടുതലായിട്ട് വേണമെന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോൺസിലുള്ള കാൽസ്യം ബ്ലഡിലേക്ക് മിക്സിംഗ് അപ്പായി പോകും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് തൈമസ് ഗ്ലാൻഡിനെ പറ്റിയാണ്. നമുക്ക് യുവത്വം നൽകുന്ന ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്ന ആളാണ് തൈമസ് ഗ്ലാൻഡ്. എവിടെയാണ് ലൊക്കേഷൻ നോക്കിക്കേ, സ്റ്റേണത്തിന് പിന്നിലായിട്ടാണ്. സ്റ്റേണത്തിന് പിന്നിലായിട്ടാണ് തൈമസ് ഗ്ലാൻഡുകൾ. സ്റ്റേണത്തിന് പിന്നിലായിട്ടാണ് തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ നെഞ്ചിന് പുറകിലായിട്ട്, ശ്വാസകോശങ്ങൾക്കിടയിലാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫൻസി സ്റ്റേജിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും. എന്നാൽ പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോഴേക്കും ഇത് എന്ത് ചെയ്യുന്നു? ചുരുങ്ങിപ്പോകുന്നു. ഓക്കെ, ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമോസിൻ എന്നത് യൂത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് T lymphocyte which help to impart immunity. നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നവരാണ് ആര്? T lymphocyteകൾ അല്ലേ? T lymphocyte എന്താണ്? WBC ആണ് അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ മെച്ചുറേഷൻ നടക്കുന്നതിന് സഹായിക്കുന്നത് തൈമസ് ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഹോർമോൺ ആണ്. അതുകൂടാതെ ഇതിന്റെ ആക്ടിവിറ്റീസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ തൈമോസിനാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്.